BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട ജൂൺ 23 മുതൽ 29 വരെ 817 പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തിയെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. ക്രമരഹിതമായ 62 തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. നിയമം ലംഘിച്ച 141 പേരെ നാടുകടത്തുകയും ചെയ്തു. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെയും റെസിഡൻസി നിയമങ്ങളുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തി. ഇവർക്കെതിരെ നിയമപരമായ നടപടികൾ കൈക്കൊണ്ടു. 16 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 10, മുഹറ ഗവർണറേറ്റിൽ 1, നോർത്തേൺ ഗവർണറേറ്റിൽ 3, സദേൺ ഗവർണറേറ്റിൽ 2 ക്യാമ്പയിനുകൾ നടത്തി. ദേശീയത പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് ഗവർണറേറ്റിലെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ്, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി, വ്യവസായ മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധനകൾ. ഹിജ്റ വർഷാരംഭമായ മുഹറം 1 പ്രമാണിച്ച് ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ചു. മന്ത്രാലയങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ജൂലൈ 7 അവധിയായിരിക്കുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞു. ഹൂറയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് അതോറിറ്റി അണച്ചു. പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലെന്ന നിലയിൽ താമസക്കാരെ ഒഴിപ്പിച്ചു. ലിഫ്റ്റിന്റെ AC-യിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തണൽ ബഹ്റൈൻ ചാപ്റ്റർ എല്ലാ വർഷവും നടത്തുന്ന രക്തദാന ക്യാമ്പ് വെള്ളിയാഴ്ച സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കുന്ന ക്യാമ്പിൽ തണലിന്റെ അഭ്യുദയകാംക്ഷികളായ എല്ലാവരും പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. വിശദവിവരങ്ങൾക്ക് 334 335 30 എന്ന നമ്പറിലോ 3987 5579 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈസ്റ്റ് റിഫ KMCC ഓഫീസ് ആൻഡ് ഓഡിറ്റോറിയം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. KMCC നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA മുഖ്യ പ്രഭാഷണം നടത്തി. KMCC ബഹ്റൈൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, OICC ദേശീയ വൈസ് പ്രസിഡന്റ് ചെമ്പൻ ജലാൽ, CH സെന്റർ ചെയർമാൻ SV ജലീൽ, ഇസ്മയിൽ റഹ്മാനി, സുഹൈൽ മേലടി, മുൻ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പുറക്കാട്രി, മുൻ പ്രസിഡന്റ് അമാന അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. PMA സലാമിനെ മുസ്തഫ പട്ടാമ്പിയും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ മുൻ പ്രസിഡന്റ് N അബ്ദുള്ള അസീസും ഷാൾ അണിയിച്ചു. മുതിർന്ന നേതാവായിരുന്ന OV അബ്ദുള്ള ഹാജിയുടെ സ്മരണാർത്ഥം ഓഫീസ് ഫർണിച്ചർ നൽകിയ ഷംസുദ്ദീൻ, സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് അദ്ലിയ, ഫുഡ് സിറ്റി റെസ്റ്റോറന്റ് നാസർ ഉറുത്തോടി എന്നിവർക്ക് PMA സലാം, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ മെമന്റോ നൽകി. ബഹ്റൈൻ മാർത്തോമ യുവജന സഖ്യം 2024-25 പ്രവർത്തനോദ്ഘാടനം മാർത്തോമ കോംപ്ലക്സിലെ ഗ്രൗണ്ട് ഫ്ലോർ ഹാളിൽ നടന്നു. സഖ്യം കമ്മിറ്റി മെമ്പർ സിദ്ദീഷ് സക്കറിയ ഇബ്രഹാം പ്രാർത്ഥന നടത്തി. സഖ്യം ഗായക സംഘം ഗാനം ആലപിച്ചു. സഖ്യം സെക്രട്ടറി ഹർഷ ആൻ ബിജു സ്വാഗതം ആശംസിച്ചു. ഇടവക വികാരിയും സഖ്യം പ്രസിഡന്റുമായ ബിജു ജോൺ അധ്യക്ഷത വഹിച്ചു. ഇടവക സഹവികാരിയും സഖ്യം വൈസ് പ്രസിഡന്റുമായ ബിബിൻസ് മാത്യൂസ് ഓമനാലി സന്നിഹിതനായിരുന്നു. വെല്ലൂർ CMC മെഡിക്കൽ കോളേജ് മുൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മേധാവിയും അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ കൺസൾട്ടന്റുമായ ഡോക്ടർ ജോർജ് തര്യൻ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവക ആത്മായ ഉപാധ്യക്ഷൻ ചാക്കോ പി മത്തായി ആശംസ നേർന്നു. ഡെൻസി മാത്യു നിർദ്ദേശിച്ച 2024-25 പ്രവർത്തന വർഷത്തെ ലോഗോ പ്രകാശനം ചെയ്തു. മാർത്തോമ യുവജന സഖ്യം ആത്മായ ഉപാധ്യക്ഷൻ അനീഷ് ടി ഫിലിപ്പ്, സഖ്യം ട്രഷറർ റോബിൻ ജോർജി എബ്രഹാം എന്നിവർ സംസാരിച്ചു. ആലൻ തോമസ് റെജി ഗാനം ആലപിച്ചു. സഖ്യം ജോയിന്റ് സെക്രട്ടറി നിതീഷ് തോമസ് ജോയ് നന്ദി പറഞ്ഞു. സഖ്യം ഭാരവാഹികൾ, സഖ്യം കമ്മിറ്റി അംഗങ്ങൾ, സഖ്യം അംഗങ്ങൾ, ഇടവക ഭാരവാഹികൾ, ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബഹ്റൈൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോയുടെ 2024 എഡിഷൻ 2025 ഫെബ്രുവരി 19 തുടങ്ങും. സാക്രൽ എക്സിബിഷൻ വേൾഡിൽ നടക്കുന്ന പ്രദർശനം ഫെബ്രുവരി 20 മുതൽ 23 വരെ പൊതുജനങ്ങൾക്ക് വീക്ഷിക്കാം. കൂടുതൽ പ്രാദേശിക കർഷകരെ പങ്കെടുപ്പിക്കുമെന്നും കർഷക മാർക്കറ്റ് പവലിയന് വിശാലമായ സ്ഥലം അനുവദിക്കണമെന്നും നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സെക്രട്ടറി ജനറൽ ഷെയ്ഖ് മറാം ബിൻ ഈസ അൽ ഖലീഫ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയിലും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കടകൾ അടച്ചിട്ട് രാപ്പകൽ സമരത്തിനൊരുങ്ങി റേഷൻ വ്യാപാരികൾ. ഈ മാസം 8-9 തീയതികളിൽ കടകൾ അടച്ചിട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാപ്പകൽ സമരം നടത്തുമെന്നും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14,300ഓളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളുടെ ദുരിതം മുഖ്യമന്ത്രിയെയും ധനഭക്ഷ്യമന്ത്രിമാരെയും വകുപ്പ് മേധാവികളെയും അറിയിച്ചിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. സംസ്ഥാന ചെയർമാൻ ജി. സ്റ്റീഫൻ MLA, ജനറൽ കൺവീനർ ജോണി നെല്ലൂർ, കാടാമ്പുഴ മൂസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനത്തെ തുടർന്ന് പുറത്തുനിന്നെത്തിയ യുവാവ് +2 വിദ്യാർത്ഥിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. എലഞ്ഞിപ്ര കരിപ്പറമ്പിൽ ഷാബറിന്റെ മകനും ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ജാഷിറിനാണ് പരിക്കേറ്റത്. കുറച്ചു ദിവസമായി ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂളിലും പരിസരത്തും സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. സ്കൂളിലും ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിലും ഇവർ ഏറ്റുമുട്ടിയിരുന്നു. മുഹമ്മദ് ജാഷിർ മർദ്ദിച്ചെന്നാരോപിച്ച് മറ്റൊരു വിദ്യാർത്ഥി മാമ്പ്ര ഭാഗത്തുള്ള ഒരു യുവാവിനെയും കൂട്ടിയെത്തുകയായിരുന്നു. കഴിഞ്ഞ 28-ന് സ്കൂളിലെ സംഘർഷത്തെ തുടർന്ന് ബസ് സ്റ്റാൻഡിലും അടിപിടിയുണ്ട്. ഇതിനിടയിലാണ് പുറത്തുനിന്നെത്തിയ യുവാവ് ജാഷിറിന്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ചത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ് തൃശൂരിലെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത്. ചാലക്കുടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തു. 2ാം വർഷ BBA വിദ്യാർത്ഥി തേജു സുനിൽ, 3ാം വർഷ BBA വിദ്യാർത്ഥി തേജു ലക്ഷ്മി, 2ാം വർഷ BCom വിദ്യാർത്ഥി അമൽ രാജ്, 3ാം വർഷ സൈക്കോളജി വിദ്യാർത്ഥി അഭിഷേക് സന്തോഷ് എന്നിവരെയാണ് കോളേജ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തത്. സംഘർഷമുണ്ടായ ദിവസം SFIയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി പ്രവർത്തിച്ച വിദ്യാർത്ഥികളാണ് സസ്പെൻഷനിലായത്. സംഭവത്തിൽ SFI ഏരിയ പ്രസിഡന്റിന്റെ പരാതിയിൽ പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിമാർക്കുമെതിരെ കേസെടുത്ത പോലീസ് പ്രിൻസിപ്പലിനെ ആക്രമിച്ച 20ഓളം SFI പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പ്രിൻസിപ്പലിന്റെ പ്രതികാര നടപടിയാണെന്നും SFI ഏരിയ കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. തിരുവല്ല നഗരസഭ ഓഫീസിലെ വിവാദമായ റീൽ ചിത്രീകരണത്തിന്റെ പേരിൽ ജീവനക്കാർക്കെതിരായ ശിക്ഷാ നടപടി തടഞ്ഞ മന്ത്രി MP രാജേഷ്. അധിക ജോലിക്കിടയിൽ റീൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റീൽ ചിത്രീകരിച്ചത്. ജീവനക്കാരുടെ എല്ലാ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. തൃശൂർ കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികളെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊരട്ടി തിരുമുടിക്കുന്ന് മുടപ്പുഴ ഡാം സ്വദേശികളായ ആൻഡോ, ഭാര്യ ജിസു എന്നിവരെയാണ് വിഷം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തുവെന്ന നിലയിൽ കണ്ടെത്തിയത്. ജൂൺ 22-നാണ് ഇരുവരെ കാണാതായത്. വേളാങ്കണ്ണിയിലെത്തിയ ദമ്പതികൾ അവിടെ ലോഡ്ജെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവർക്കായി അന്വേഷണം നടത്തുന്നതിനിടെയാണ് വേളാങ്കണ്ണിയിൽ ആൻഡോ ജീവനൊടുക്കിയ വിവരം ലഭിക്കുന്നത്. ആൻഡോയെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും മരിച്ചുവെന്നും ഭാര്യ ജിസു ആണ് നാട്ടിൽ വിളിച്ചറിയിക്കുന്നത്. ആൻഡോയെ ആശുപത്രി എത്തിച്ചെങ്കിലും ഭാര്യ തന്നെയായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ജിസുവിനെയും വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യാഴാഴ്ച നാട്ടിലെത്തിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.